ഹായ്, ഞാനിപ്പം ഈ വീഡിയോ ചെയ്യുന്നത് ഒരിക്കലും ഒരു ക്ലാസ് എടുക്കുന്ന പോലെ ഒന്നുമല്ല ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം, ഞാൻ സാധാരണ ക്ലാസ്സിലിരിക്കുന്ന പോലെ ഒന്നുമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ചാർട്ട് ആണ് ഇഷ്ടമെന്ന് എനിക്ക് പറയാം. അപ്പോൾ നിങ്ങൾ പഠിച്ചതെല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് ചാർട്ട് വരയ്ക്കാം. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള വ്യൂസ് ഒക്കെ എടുത്ത് നമുക്ക് ഒന്ന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് നോക്കാം. അപ്പം ഫസ്റ്റ് നമുക്ക് ട്രേഡിംഗ് വ്യൂവിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ട്രേഡിംഗ് വ്യൂ ആണ് ഓപ്പൺ ആക്കി വെച്ചേക്കുന്നത്. അപ്പം ട്രേഡിംഗ് വ്യൂവിൽ നമുക്ക് കാണാം, ജസ്റ്റ് IMFയുടെ ചാർട്ടാണ് എടുത്ത് വെച്ചേക്കുന്നത്. വീഡിയോ തുടങ്ങുന്ന മുമ്പ് ഞാനൊരു കാര്യം ഇവിടെ പറയാം, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് മറ്റേ സ്റ്റോക്കിൻ്റെ സജഷൻസ് കിട്ടും. 100% പൊട്ടൻഷ്യൽ ചാർട്ട്, അല്ലെങ്കിൽ ഇത് മിസ്സാക്കല്ലോ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളപ്പോൾ അത് കയറി കണ്ടെന്ന് പറഞ്ഞാലും ഓക്കെ, നമുക്കിപ്പോൾ അതൊരു തെറ്റല്ല, ഒരു സജഷൻ കേട്ടു പുതിയത് കേട്ടെന്ന് പറഞ്ഞാൽ തെറ്റായിട്ടൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. എന്നിരുന്നാലും നമ്മുടെ എൻട്രി എക്സിറ്റ് നമ്മുടെ മാത്രം തീരുമാനമായിരിക്കണം, മറ്റൊരാൾ പറയുന്ന പോലെ ആയിരിക്കരുത്. നിങ്ങളൊരു സ്റ്റോക്കിൽ കയറുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു റിസ്ക് സെറ്റപ്പിന് അനുയോജ്യമായിട്ടുള്ളതാണെങ്കിൽ മാത്രമേ നിങ്ങൾ കയറാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും പൈസ തരത്തില്ല. നിങ്ങൾക്ക് ആരും പൈസ കൊണ്ട് തരാൻ പോകുന്നില്ല. നഷ്ടം വന്നേ അത് ഇന്നാൾ പറഞ്ഞിട്ടാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങളെന്തിന് കയറി എന്നുള്ളൊരു ചോദ്യം മാത്രമേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ചാനലിൽ നമ്മുടെ ഫാമിലിയോട് എപ്പോഴും നമ്മൾ നല്ലൊരു എൻട്രി എക്സിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ബേസിക് കാര്യം തൊട്ട് പറയുന്നതും നമ്മൾ കോൾസ് പ്രൊവൈഡ് ചെയ്യത്തില്ല. കാര്യം നമുക്ക് റോബോട്ടായിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് വിടുകയല്ല, മനസ്സിലായോ? നമ്മുടെ ആൾക്കാർക്ക് എപ്പോഴും പഠിച്ച് അവർക്കും ഒരു സ്കില്ല് കിട്ടണം. ഇപ്പം എൻ്റെ ഈ വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്കും ചെയ്യാം, ഒരു കോൺഫിഡൻസ് വന്നിട്ടില്ലേ, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് വഴിയെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. അപ്പം വീഡിയോയിലോട്ട് വരാം. നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം ഈ ഒരു ഏരിയയിൽ റെസിസ്റ്റൻസ് വരുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഒരു ബന്ധമില്ലാത്ത ചാർട്ട് പോലെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മളൊരു ബന്ധം ഉണ്ടാക്കുക. ഇപ്പോൾ ബൈ ചാൻസ് നിങ്ങൾക്ക് ഒരു ബന്ധം ഉണ്ടാക്കാൻ പറ്റിയില്ല, ആ ചാർട്ട് വിടുക. ഇല്ലാത്ത ബന്ധം ഉണ്ടാക്കാൻ നിൽക്കരുത്. എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു പെട്ടെന്ന് നമുക്കൊരു കണ്ട് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മാക്സിമം പ്രാക്ടീസ് വേണം. ഇപ്പം എനിക്കിത് പെട്ടെന്ന് ഇത് കാണാൻ പറ്റുന്നത് ഞാൻ ഇത്രയും കുറച്ച് നാളായിട്ട് ഞാൻ ചെയ്യുന്നുള്ളതുകൊണ്ട് മാത്രമാണ്. എനിക്ക് പറ്റുന്നുണ്ട്, ഉറപ്പായിട്ട് നിങ്ങൾക്കും പറ്റും. അതിന് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ യോഗ്യതയോ അങ്ങനെയൊന്നും വേണ്ട. നിങ്ങൾ ജസ്റ്റ് ചാർട്ട് വരയ്ക്കാനുള്ള ക്ഷമ കാണിച്ചാൽ മതി. കുറേ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓക്കെ ആവും. ഇത് ട്രേഡിംഗ് ഒരു സ്കില്ലായിട്ട് കണ്ടാൽ മതി. അതായത് നിങ്ങളിപ്പോൾ ഒരു 10ലെ പരീക്ഷ എഴുതാൻ വേണ്ടി ഡയറക്റ്റ് 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പോകാതെ ഡയറക്റ്റ് 10 എഴുതുമല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് ഇപ്പോൾ മക്കളുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഡയറക്റ്റ് ഒരു എഞ്ചിനീയർ ആക്കണം, അങ്ങനെ പറ്റത്തില്ലല്ലോ. അത് 1, 2, 3, 4 എത്ര കൊല്ലം പ്രാക്ടീസ് ചെയ്തിട്ട് എത്ര കൊല്ലം അവർ പഠിച്ചിട്ട് അത് നല്ല നിങ്ങൾ ആ ഒരു ലെവലിലെത്തിയത്, മനസ്സിലായി? അപ്പം ട്രേഡിംഗ് ഒരു സ്കില്ല. ട്രേഡിംഗ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു മേഖലയാണ്. ഇപ്പോൾ ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കണം, ഇപ്പം ജോലിയില്ല, ഇപ്പോൾ ചെറിയൊരു എമൗണ്ട് കയ്യിലെടുക്കാനുണ്ട്, അതായത് വലിയ അത്യാവശ്യമില്ലാത്തൊരു എമൗണ്ട് കയ്യിലെടുക്കാനുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് ചെയ്ത് പഠിക്കാവുന്നേ ഉള്ളൂ. എല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് ട്രേഡ് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങളുടെ റിസ്ക് റിവാർഡിലും പിന്നെ ഈ സൈക്കോളജിയിലുമാണ് കാര്യം. ചാടിക്കറി മേടിക്കാതിരിക്കുക, അല്ലാതെ സ്റ്റോക്ക് കണ്ട് മണ്ടക്കോട്ട് പോയി. നമ്മളെ ഫോമിനെ പറ്റിയൊക്കെയുള്ള വീഡിയോ വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഫിയർ ഓഫ് മൂവിങ് ഔട്ടിനെ പറ്റിയൊക്കെ. അപ്പം ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പം നിങ്ങൾ ഇത് കണ്ടല്ലോ, 2010 മുതൽ റെസിസ്റ്റൻസ് എടുത്തിരിക്കുകയാണ്. ഇവിടെ ബ്രേക്ക് ഔട്ട് കടന്നു. അപ്പോൾ ഇതിന് ഒരു ബ്രേക്ക് ഔട്ട് കടന്ന് ഇവിടെ ചെറിയൊരു റീടെസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു സപ്പോർട്ട് നമുക്ക് വരയ്ക്കാം. എന്താ ഇങ്ങനെ, മനസ്സിലായി? സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ ഇത് പല രീതി വരും, ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അല്ലാതെ ഹൊറിസോണ്ടലായിട്ട് നേരെ ഒരു വര പോലെ മാത്രമല്ല, എങ്ങനെ വേണേ വരാം. അപ്പോൾ ഇതിന് പാരലായിട്ട് നമ്മളൊരു റെസിസ്റ്റൻസ് വരയ്ക്കുന്നതാണ്. ഇവിടെ ഇങ്ങനെ അങ്ങ് വരയ്ക്കുന്നു. ഇപ്പോൾ കണ്ടോ, ഇവിടെ നമ്മളൊരു ബ്രേക്ക് ഔട്ടിന് അവിടെ ഒരു എൻട്രി എടുത്താൽ നമ്മളിവിടെ റിസ്ക് റിവാർഡ് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഇവിടെ ഒരു എൻട്രി എടുത്തു. നമ്മൾ ലോജിക്കലായിട്ടുള്ള റിസ്ക് റിവാർഡ് വേണം എപ്പോഴും വെക്കാൻ. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വെക്കുന്നു. ഇതിന് തൊട്ട് താഴെ നമ്മളൊരു സ്വിംഗ് ഓയിൽ ഇവിടെ കയറി ഒരെണ്ണം വെച്ചെന്നിരിക്കട്ടെ. നമ്മളൊരു 1:2 എന്ത് ചെയ്യും, 1:2 റിസ്ക് റിവാർഡ് നമ്മൾ വെക്കുന്നു. ഒരു 1:2 അത് കൃത്യം അത് കിട്ടുന്നില്ല, ഓക്കെ, അത് കുഴപ്പമില്ല. ഒരു 1:2 സംതിങ് വെച്ചു. ഇവിടെ ഒരു എൻട്രി എടുത്തിരുന്നെങ്കിൽ നമ്മുടെ ലോസ് ചെറുതും നമ്മുടെ പ്രോഫിറ്റ് നമുക്ക് വലുതുമായിരിക്കും. കാര്യം എന്താ, 1:2 റിസ്ക് റിവാർഡ് നമ്മൾ ട്രേഡിംഗ് വ്യൂ നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ വെക്കുന്നതിൻ്റെ കാര്യം തന്നെ 2 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ 1 രൂപ നഷ്ടം സഹിക്കാൻ തയ്യാറാന്നുള്ളൊരു ബേസിക് തിയറിയുടെ പേരില്ല. അത് ഓരോരുത്തർക്കും ഓരോ അത് വെച്ചിട്ട്. ഇപ്പോൾ ഒരു എൻട്രി നഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്കിനി എന്തായാലും കയറാൻ പറ്റത്തില്ല. നമുക്കപ്പോൾ ഇവിടെ ഒരു കാര്യം പറ്റുമോ നോക്കിയാൽ, ഒരു എൻട്രി പറ്റുമോ നോക്കിയാൽ ഇത്രയേ ഉള്ളൂ. നമ്മളവിടെ ഒരു ജസ്റ്റ് ഒരു റെസിസ്റ്റൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. വേണമെങ്കിൽ നമുക്കൊരു ഡെയിലി ടൈം ഫ്രെയിമിലോട്ട് പോകാം. അവിടെ നല്ലൊരു റെസിസ്റ്റൻസ് അവിടെ ഫേസ് ചെയ്യുന്നുണ്ട്, കണ്ടോ? ഇതൊരു ബ്രേക്ക് ഔട്ട് നടന്നാൽ നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് കയറാം. വേണമെങ്കിൽ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കാം, അല്ലെങ്കിൽ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കാം. മനസ്സിലായി? നമ്മുടെ റിസ്കിനനുസരിച്ചിട്ട് വെക്കുക. സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ വിറ്റ് കളയുക,
പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇതെല്ലാം പോട്ടെ, നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിമിലോട്ട് തന്നെ വരാം. ഇപ്പം നമ്മളിപ്പം സ്റ്റോപ്പ് ലോസ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. അപ്പോൾ നമുക്ക് ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് എന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ കണ്ട് ഇവിടെ ഒരു എൻട്രി എടുത്തു, മനസ്സിലായി. അപ്പോൾ നമ്മുടെ ഒരു സ്റ്റോപ്പ് ലോസ് കണ്ട് ഇവിടെ ആണെന്ന് വെച്ചു, ഇവിടെ ആണെന്ന് സങ്കല്പിച്ചോ. കണ്ട് ഇവിടെ ഈ ഒരു ലൈനിലായിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒന്ന് സങ്കല്പിച്ചോ. കണ്ടോ, അത് പിന്നെ അടിച്ചിട്ടേ ഇല്ല. ഇവിടെ താഴെ വന്ന് റെസിസ്റ്റൻസ് എടുത്തു, സപ്പോർട്ട് എടുത്തു, പിന്നെ അത് മുകളിലോട്ട് പോയി. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ടാർഗറ്റ് ഉണ്ട് അടിച്ചെങ്കിലുണ്ടല്ലോ, നമ്മളത് വിറ്റ് കളയണം. മുകളിലോട്ടൊരു പൊട്ടൻഷ്യൽ നമ്മൾ കാണുവാണെന്നുണ്ട് ഈ ഒരു സ്റ്റോപ്പ് ലോസ് നമ്മൾ കണ്ട് ഈ മുകളിലോട്ട് കയറ്റും. അപ്പോൾ ഇവിടെ ഒരു സ്വിങ് ലോ വന്നില്ല, ഇവിടെ ഒരു സപ്പോർട്ടിൻ്റെ താഴെയല്ലേ വെച്ചത്. പിന്നെ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ താഴെ വന്ന് ഇങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ട ആ ഒരു സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് വെക്കും. പിന്നെ നമുക്ക് ഒരിക്കലും ആ ഒരു ലോസ് വരത്തില്ല. കണ്ടോ, ചുമ്മാ കയറ്റി വെക്കുമല്ല, നമ്മളൊരു ലോജിക്കലായിട്ട് നമ്മൾ കണ്ടോ ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് വെച്ചു, പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കാം, മനസ്സിലായി. ഇവിടെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് വെക്കാം. അങ്ങനെ നമുക്കത് അടിക്കത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോപ്പ് ലോസ് നമുക്ക് കയറ്റി കൊണ്ടോ. അത് ഒത്തിരി കാര്യങ്ങൾ ഇപ്പോൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങളിപ്പം ബേസിക്കായിട്ടുള്ള കാര്യം മാത്രമേ നമ്മൾ ഈ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്കും അത് ഉറപ്പായിട്ടും ഇതെല്ലാം കണ്ടുപിടിക്കാനും ചെയ്യാനും എല്ലാം പറ്റും. ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ ഒരു ചെറുതാക്കി വെച്ചുതരാം. അതുകൊണ്ട് ഇപ്പോൾ IMF നിങ്ങളൊരു ലോഗ് ചാർട്ട് താഴെ ഞെക്കാൻ നേരത്ത് ലോഗരിതമിക്ക് എടുക്കാൻ പറ്റും. ലോഗരിതമിക്ക് എടുക്കുക, അപ്പോൾ നല്ല രീതിയിൽ ചാർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ IMF സെർച്ച് ചെയ്യുക. ഞാൻ ഇവിടെ കുറച്ച് നേരം അനങ്ങാതെ വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് കൊടുക്കുമോ, അല്ലെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് കണ്ടാൽ തന്നെ മനസ്സിലാകുന്നില്ലേ. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഇതുപോലെ നിങ്ങളൊന്ന് വരച്ചൊന്ന് നോക്കുക, വേണമെങ്കിൽ ഒന്ന് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഭാവിയിൽ ഒരു എൻട്രി എക്സിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്യാം. 100% നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. പുല്ലുപോലെ നിങ്ങൾക്കിത് പഠിക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ, വലിയൊരു കാര്യമേ അല്ല. ഓക്കെ, അപ്പം ഇത്രയ്ക്ക് കാര്യങ്ങൾ പറയാറുള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാം. നമ്മളിവിടെ ഒരു എൻട്രി എടുത്ത ഒരാൾ എപ്പോൾ എക്സിറ്റ് അടിക്കണമെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസിൻ്റെ കാര്യം പറഞ്ഞില്ല. നമുക്കിപ്പം ഈ ഒരു ചാനലിനകത്ത് എത്ര നാൾ നിൽക്കുന്ന അത്രയും നാൾ നമുക്ക് വേണേൽ അത് ഹോൾഡ് ചെയ്യാം. ഈ ഒരു സപ്പോർട്ട് ലൈൻ കണ്ടോ, ഞാൻ റെഡ് കളർ കൊടുക്കുക. ആ ഒരു സപ്പോർട്ട് ലൈന് താഴെ എപ്പോൾ പോകുന്നു അപ്പം മാത്രം പേടിച്ചാൽ മതി. ആ കാര്യം അത് പോയി കഴിഞ്ഞാൽ പിന്നെ എന്നത് മുകളിലോട്ട് വരുമെന്നും ആ ഒരു മുകളിലോട്ട് എത്തുമെന്ന് നമുക്ക് അറിയത്തില്ല. കാരണം നമ്മുടെ ഒരു വ്യൂ തെറ്റിപ്പോയി, അല്ലെങ്കിൽ ഒരു വ്യൂ തെറ്റിപ്പോയി അടുത്തൊരു ചാർട്ടിൽ കയറാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ തോക്കാതെ നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. സക്സസ്ഫുൾ ട്രേഡർ എന്ന് പറയുമ്പോഴത്തേക്ക് സൈക്കോളജി ഇമ്പ്രൂവ് ചെയ്യുമ്പോഴും റിസ്ക് റിവാർഡ് സെറ്റപ്പ് ഒക്കെ കറക്റ്റായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അത് വന്നോളും. മനസ്സിലായി, നിങ്ങൾ അതിനുള്ള സമയം കൊടുത്താൽ മതി. ഓക്കെ, അപ്പം എല്ലാവർക്കും സക്സസ്ഫുൾ ആയിട്ടുള്ള ട്രേഡർ ആകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളും ചാർട്ടുകളൊക്കെ എടുത്ത് വരച്ച് നോക്കുമ്പോഴത്തേക്ക് പതുക്കെ നിങ്ങൾക്കും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തെളിഞ്ഞു വരും. പല കാര്യങ്ങൾ എടുത്തിട്ട് കൺഫർമേഷൻ കൊണ്ട് മാത്രം ട്രേഡ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം.